ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ വീടിൻ്റെ ഹോം ടൂറാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുന്നായിട്ട് ഞാൻ ഒരു ഹോം ടൂർ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ വീട് റിനോവേഷൻ ചെയ്യുന്നതിൻ്റെ മുന്നേ എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ആ ഒരു ഹോം ടൂറിൽ കാണിച്ചത്. ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഇപ്പോൾ റിനോവേഷനൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട്, കുറച്ച് പണി കൂടി ബാക്കിയുണ്ട്. എന്നാലും അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. റിനോവേഷന് ശേഷം എങ്ങനെയാണ് ഞങ്ങളുടെ വീടുള്ളതെന്നാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീടൊന്ന് കണ്ടാലോ. ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ വരുന്നത്. സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പം രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ ഇരിക്കാനായിട്ട് ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ തൂണിൻ്റെ ഡിസൈന് ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ക്ലാഡിങ് ടൈലൊന്നുമല്ല, നമ്മൾ സാധാരണ വുഡൻ്റെ ടൈല് ഇതേപോലെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്തതാണ് ഈ ഒരു ഡിസൈന്. പിന്നെ ഇങ്ങനെയാണ് ഫ്രണ്ട് ഡോറ് വരുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ ഡോറുകളും മാറ്റി പുതിയത് വെച്ചതാണ്. നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് അകത്തേക്ക് കിടക്കുമ്പം നേരെ കാണുന്നത് ഇതുപോലെ നീളത്തിലുള്ളൊരു പാസേജാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ഇടത്തെ സൈഡിലായിട്ട് ഫസ്റ്റ് തന്നെ ഒരു റൂമുണ്ട്, ഒരു ചെറിയ റൂമാണ്. അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു കട്ടിലും ഒരു അലമാരയും ഒക്കെ ആയിട്ട് ഉള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു റൂമാണ്. വേറെ പ്രത്യേകിച്ച് അലങ്കാരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഈ റൂമിലില്ല കേട്ടോ. ഇങ്ങനെയാണ് ഈ റൂമുള്ളത്. അവിടുന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നാൽ ഇതുപോലെ ഇടത്തെ സൈഡിൽ തന്നെ ആയിട്ട് സ്റ്റെയർ കേസും അതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഒരു 3 ആൾക്ക് ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സോഫയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സോഫ ഞാൻ പിൻട്രസ്റ്റിൽ ഒരു ഡിസൈൻ കണ്ട് അതുപോലെ ഉണ്ടാക്കിപ്പിച്ചതാണ് കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു സോഫ വേണമെന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അപ്പോൾ ഇതേപോലെ നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. കാരണം ലിവിങ്ങും ഡൈനിങ്ങും ഒക്കെ ഈ ഒരു റൂമിലാണ് വരുന്നത്. അപ്പോൾ അധികം ആർഭാടായിട്ടുള്ള കുറേ ഡിസൈനൊക്കെ ആയിട്ടുള്ള ഒരു സോഫ വെച്ചാൽ ഇങ്ങനെ ഒരു തിങ്ങി നിറഞ്ഞ ഫീൽ ഉണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സിമ്പിളായിട്ടുള്ള ഡിസൈൻ ഞാൻ സെലക്ട് ചെയ്തത്. പിന്നെ സ്റ്റെയറിന് ഇതേപോലെയാണ് റെയിലിംഗ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ GI പൈപ്പിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മൾ ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ടേബിളും അതിൻ്റെ ചെയർസും. അപ്പോൾ ഈ ടേബിൾ നമ്മൾ പഴയ ടേബിൾ തന്നെ റിനോവേറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ മുന്നേ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ടേബിൾ എങ്ങനെയാണ് ഈ ഒരു ടേബിളാക്കി മാറ്റിയെന്നുള്ളത്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലെങ്കിൽ റിലേറ്റഡ് വീഡിയോ ആയിട്ടിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു കോർണറിൽ തന്നെ TVയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റൂം വരുന്നത്. ലിവിങ്ങും ഡൈനിങ്ങും ഒരുമിച്ചാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോവാം, അവിടെ കണ്ടിട്ട് താഴേക്ക് വരാം. മുകളിലേക്ക് കയറുമ്പം ഇടത്തെ സൈഡിലായിട്ട് ഒരു റൂമുണ്ട്. ഇത് കിഡ്സ് റൂമാണ്. അപ്പം മക്കളുടെ സാധനങ്ങളൊക്കെ ഈ ഒരു റൂമിലാണ് വെക്കുക. ഇവിടെ ഒരു കട്ടിലും പിന്നെ ഒരു ചെറിയ അലമാരയും സ്റ്റഡി ടേബിളും പിന്നെ മോൻ്റെ സാധനങ്ങളൊക്കെ വെക്കാൻ ഒരു ഡ്രോയറും അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ സാധനങ്ങളൊക്കെ ഈ ഒരു റൂമിലാണ് കേട്ടോ എല്ലാം വെക്കാറുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് കോമൺ ബാത്റൂം വരുന്നത്. അതിൻ്റെ ബാത്റൂമിൻ്റെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞാൽ വലത്തെ സൈഡിലായിട്ടാണ് നമ്മളുടെ മെയിൻ റൂം, ഞാനൊക്കെ കിടക്കുന്ന റൂം വരുന്നത്. അവിടെ ഇതേപോലെ ഒരു കട്ടിലും ഒരു 3 ഡോറുള്ള ഒരു അലമാരയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു റൂം ഉള്ളത്. പിന്നെ അവിടുന്ന് നമ്മൾ ഈ ഹാളിലൂടെ നേരെ ഒരു നീളത്തിലുള്ള ഹാളാണ്. ആ ഹാളിലൂടെ മുന്നോട്ട് വന്നാൽ ആണ് അടുത്തൊരു റൂമുള്ളത്. അതൊരു ചെറിയ റൂമാണ്. അവിടെ ഞാൻ സ്റ്റിച്ചിങ് മെഷീൻ, അതുപോലെ തന്നെ അയൺ ചെയ്യാനുള്ളൊരു ടേബിൾ ഞാൻ തന്നെ സെറ്റ് ചെയ്തൊരു ടേബിളാണ് കേട്ടോ. പഴയൊരു ചെയറും ഒരു ടീപ്പോയും കൂടി ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് ഒരു അയൺ ടേബിൾ ആക്കി എടുത്തതാണ് അതും. പിന്നെ നമ്മൾ വാഷ് ചെയ്ത തുണികളൊക്കെ ഉണങ്ങാനിടുന്ന ഒരു സ്റ്റാൻഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു റൂമിൽ വെച്ചിട്ടുള്ളത്. ഈ ഒരു റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഇരിക്കാൻ ഇതേപോലെ സൗകര്യമുണ്ട്. അപ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ അങ്ങനെ കാറ്റ് കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബാൽക്കണിയിൽ വന്നിരിക്കാം. ഒരു ചെറിയൊരു ബാൽക്കണിയാണ് കേട്ടോ. അപ്പം ഇത്രയാണ് മുകളിലത്തെ നിലയിലുള്ളത്. പിന്നെ നമുക്കിനി താഴോട്ട് പോകാം, ബാക്കിയുള്ളതൊക്കെ കാണാം. അപ്പോൾ നമ്മൾ താഴോട്ടേക്ക് ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. നമ്മൾ താഴേന്ന് നോക്കുമ്പം നമ്മളുടെ ഡൈനിങ്ങും ആ ഒരു ലിവിങ്ങൊക്കെ ആയിട്ട് ആ ഒരു ഹോളുള്ളത്. ഇവിടെ തന്നെയായിട്ട് ഒരു ബേ വിൻഡോ കൂടി ഇപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സാധാ ഒരു ജനലായിരുന്നു, അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അവിടെ ഒരു ബേ വിൻഡോ സെറ്റ് ചെയ്തു. ഇപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് TV കാണാനാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് സോഫയിലിരുന്ന് അവരോട് സംസാരിക്കാനാണെങ്കിലും ഒക്കെ ഇവിടെ ഇരുന്ന് സംസാരിക്കാം. അപ്പോൾ ഈ ബേ വിൻഡോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് എങ്ങനെ ചെയ്തപ്പോൾ.
പിന്നെ അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ നമ്മളുടെ സ്റ്റെയർ കേസിൻ്റെ താഴെയായിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ വരുന്നത്. ഈ ഒരു വാഷ് ബേസിൻ ഏരിയ സെറ്റ് ചെയ്തത് ഇൻഡസ്ട്രിയൽ വർക്കിലാണ്. GI പൈപ്പിൽ ഇതുപോലൊരു സ്ട്രക്ചർ ചെയ്തിട്ട് പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ ഡോറൊക്കെ വെച്ചതാണ്. കൗണ്ടർ ടോപ്പിൽ ബ്ലാക്ക് ഗ്രാനൈറ്റ് കൊടുത്തിട്ട് ബ്ലാക്ക് വാഷ് ബേസിനുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു സിമ്പിൾ പ്ലെയിൻ മിററാണ് കൊടുത്തിട്ടുള്ളത്. വോളിൽ നമ്മൾ തൂണിൽ കൊടുത്ത അതേ ഡിസൈൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ടൈൽ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇടയിൽ അപ്പോക്സി ചെയ്തിട്ടുള്ള ആ ഒരു ഡിസൈനാണ്. പിന്നെ അത് ഈ സൈഡിൽ ഒരു ഭംഗിക്ക് ഇങ്ങനെ ഫ്ലവേഴ്സൊക്കെ വെക്കാനുള്ള ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ മീഷോന്നാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ബേവിൻഡോയുടെ മുകളിലും ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ഉണ്ടായിരുന്നു, അതും ഞാൻ മീഷോന്നാട്ടോ വാങ്ങിയത്. എല്ലാത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ ഈ വാഷ് ബേസിൻ്റെ ഏരിയ കഴിഞ്ഞാൽ ഇതുപോലെ ഒരു റൂമാണ്. ഇതാണ് താഴെയുള്ള മെയിൻ റൂം. ഇവിടെ സിമ്പിളായിട്ടൊരു കട്ടിലും അലമാരയാണ് ഉള്ളത്. പിന്നെ ഈ ഒരു കോർണറിലായിട്ട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതിപ്പോൾ നമ്മൾ റിനോവേഷൻ്റെ സമയത്ത് പുതിയതായിട്ട് ഉണ്ടാക്കിയൊരു ബാത്റൂമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡോറിൻ്റെ ഡിസൈൻ ഇതേപോലെയാണ് വരുന്നത്. മുകളിലും സെയിം ഇതേ ഡോർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിൻ്റെ ഡിസൈൻ ആണെങ്കിലും മുകളിലും താഴെയും സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തത്. ഫ്ലോറിലും ഒരു വാളിലും വുഡൻ്റെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വാളിൽ വൈറ്റിൽ ഒരു ഡിസൈൻ വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഒരു മിറർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഈ മിറർ ക്യാബിനറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. പിന്നെ ഈ റൂമിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പം കാണുന്ന ഈ ഡോറാണ് കിച്ചൻ്റെ ഡോറ്. ഒരു ഗ്ലാസിൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡോറ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡോറ് തുറന്നാൽ നമ്മളവിടെ ഒരു കർട്ടന്, ഒരു സിമ്പിൾ ഒരു നെറ്റ് പോലത്തെ കർട്ടൻ വെച്ചിട്ടുണ്ട്. കാരണം ഇതിങ്ങനെ നീളത്തിലായതുകൊണ്ട് തന്നെ നമ്മൾ സിറ്റ് ഔട്ടിൽ നിന്ന് നോക്കിയാൽ നേരെ നമ്മുടെ കിച്ചണിലേക്ക് കാണും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഗസ്റ്റ് എന്തെങ്കിലും വരുമ്പം നേരെ കിച്ചണിലേക്ക് കാണണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനൊരു കർട്ടൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കിച്ചണ്. എല്ലാ സൗകര്യങ്ങളും ഈ ഒരു കിച്ചണിൽ ഉൾപ്പെടുത്താൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സിംഗിളായിട്ടുള്ള വിറകടുപ്പാണുള്ളത്. ഗ്യാസ് സ്റ്റൗവും ഉണ്ട്. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീനും കിച്ചൺ സിങ്കും എല്ലാം ഈ ഒരു കിച്ചണിൽ തന്നെ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനോ സൈഡിലേക്ക് നീട്ടാനോ ഒന്നും കഴിയില്ല കേട്ടോ. സൈഡിൽ കിണറുണ്ട്, ഇപ്പുറത്ത് തീരെ സ്ഥലമില്ല, കുറച്ച് സ്ഥലമേ ഉള്ളൂ. പിന്നെ ബാക്കിലോട്ട് നീട്ടാനും കഴിയില്ല, അവിടെ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിൽ തന്നെ ആയിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ കിച്ചൺ ടൂറായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ കിച്ചൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കിച്ചൺ ടൂറിൽ കാണാം. അപ്പോൾ അതുവരെ ബൈ.